സ്വപ്നമാണല്ലേ. എന്നും കളിച്ചും ചാടിയും തുള്ളിയും നടന്ന് നമ്മുടെ ചലനശേഷി ഇല്ലാതാവുന്നൊരവസ്ഥ, മനോഹരമായ ഓർമ്മകളോട് വിരഹിച്ച് നമ്മളുടെ ഓർമ്മകളില്ലാതായി പോകുന്ന അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റില്ല അല്ലേ. അത്ര ഭീകരമാണെങ്കിലും 90% സ്ട്രോക്കും പക്ഷാഘാതവും നമ്മൾ വിചാരിച്ചാൽ തടയാൻ പറ്റുന്നതാണ്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഓട്ടവും രക്തപ്രവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും അതിലൂടെ ഇതിനായിട്ടൊരു പ്രത്യേക സർക്കിൾ തന്നെ ഉണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ മേഖലയിലും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ ഓരോ സ്ഥലത്തേക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും അതാത് സമയത്ത് അപ്പം എത്തിച്ചു കൊടുക്കുന്ന ഒരിതുണ്ട്. ഇതിനു വേണ്ടി തടസ്സമായി നിൽക്കുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. 2 തരം സ്ട്രോക്കുകളാണെന്ന് കാണും. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, ഒരു ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സ്ട്രോക്കാണത്. രണ്ടാമത്തത് ഹെമറാജിക് സ്ട്രോക്കാണ്. അതെന്താ ചെയ്യുക, ഒരു ബ്ലഡ് വെസൽ ഈ